ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയ വിഷയമൊന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. നമുക്ക് രോഗസൗഖ്യം നൽകുന്നത് മരുന്ന് കഴിക്കുന്നതിലൂടെയല്ല, മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടല്ല ശരിക്കും രോഗത്തിന് ശമനം ഉണ്ടാകുന്നത്, സൗഖ്യം ഉണ്ടാകുന്നത് എന്ന വലിയ സത്യം നമ്മളുടെ എത്ര പേർക്കറിയാം. നമ്മുടെ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ടാണ് ഈ ഓരോ രോഗത്തിനും സൗഖ്യം കിട്ടുന്നത്. പക്ഷേ വേറൊരു വ്യത്യാസമുണ്ട്. വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കഴിക്കുന്നതിലൂടെ അതിന് പ്രതിരോധ ശക്തി ഉയർത്താൻ പലപ്പോഴും സഹായിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് വലിയൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ചില ആളുകളുടെ ഒരു ധാരണ മരുന്ന് കഴിച്ചാൽ എന്ത് അസുഖവും സൗഖ്യപ്പെടുമെന്നൊരു തെറ്റായ ഇൻപുട്ട് അനേക മനുഷ്യർ കടന്നുകൂടിയിട്ടുണ്ട്. മരുന്ന് കഴിച്ചാൽ ഒരു കാരണവശാലും എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോകാതിരിക്കണം. ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നിനും മരുന്ന് വാങ്ങിക്കരുത്. കാരണം ഈ മരുന്നിൻ്റെ പ്രത്യേകിച്ചും അലോപ്പതി മരുന്നുകളുടെ അമിതമായ ഉപയോഗം ശരീരത്തെയും അതിൻ്റെ കോശങ്ങളെയും സെല്ലുകളെയും പ്രതിരോധശക്തിയും നശിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം എത്ര പേർക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട, അനാവശ്യമായി നമ്മൾ മരുന്ന് ഉപയോഗിക്കാതിരിക്കണം. അതിൽ ഉപരിയായി ഈ ശരീരത്തെ പോസിറ്റീവ് എനർജിയുടെ ഹോർമോൺ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കണം. അത് വളരെ ലളിതമായ കാര്യമാണ്, വളരെ നിസ്സാരമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. നമ്മുടെ ചെറിയ ഒരു പരിശ്രമം മാത്രം മതി അത് ഉയർത്താൻ കഴിയുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ശരീരത്തെ പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് മനസ്സിന്, ഹൃദയത്തിന് ആനന്ദമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ, നമ്മൾക്ക് ഒരു മറ്റുള്ള വ്യക്തികളോട് ചെറുതായിട്ടൊന്ന് സന്തോഷത്തോടെ ക്ഷമിക്കുമ്പോൾ, മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി ഒരു നല്ല വാക്ക് പറയുമ്പോൾ, നമ്മളറിയാതെ തലച്ചോറിൽ ഈ പോസിറ്റീവ് എനർജിയുടെ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കും. അത് രക്തത്തിലേക്ക് ഒരു പ്രവാഹമായി ഒഴുകിയെത്തും. അങ്ങനെ ഉണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി വലിയ രീതിയിൽ പ്രതിരോധ ശക്തി ഉളവാക്കും. മനുഷ്യനെ സംബന്ധിച്ച് സൗന്ദര്യം വർദ്ധിക്കും. അവർക്ക് രോഗഭയം, മരണഭയമൊക്കെ നീങ്ങിപ്പോകും. മിക്ക ആളുകൾക്കും രോഗത്തെക്കാളും വളരെ സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ഭയമാണ്. ഭയത്തിൻ്റെ മേഖല കയറിയാൽ ഭയത്തെ ക്ഷണിച്ച് വരുത്തിയാൽ പിന്നെ എല്ലാ രോഗങ്ങളെയും സ്വാഗതം ചെയ്തതിന് തുല്യമാണ്. അതുകൊണ്ട് മരുന്ന് ഉപയോഗിക്കുക മരുന്ന് ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ ശരിക്കും സൗഖ്യം തരുന്നത് ദൈവം സൃഷ്ടിക്കുന്ന പ്രതിരോധ ശക്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് നമ്മൾ ഏറ്റവും പ്രധാനമായ ചില ഹൃദയത്തിൻ്റെ ഒരു ആനന്ദത്തെപ്പറ്റി പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 22-ാം വചനം പറയുന്നത്, ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആനന്ദവുമാണ്. ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആനന്ദമാണ്. ഹൃദയത്തിനൊരു ആനന്ദം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ രോഗത്തെയൊക്കെ സംബന്ധിച്ചുള്ള മൈൻഡ് ഇങ്ങനെ കയറി ഭയത്തിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ ഹൃദയത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടും. ഹൃദയത്തിന് ആനന്ദമുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജിയുടെ, അതുമല്ലെങ്കിൽ പ്രതിരോധ ശക്തിയുടെ, രോഗത്തെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയുടെ ഒരു ഹോർമോൺ അങ്ങ് ഉൽപ്പാദിപ്പിക്കുക. അത് രക്തത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുകയാണ്. അപ്പോൾ നമുക്ക് പ്രത്യാശയുണ്ടാകും, രോഗഭയം നീങ്ങിപ്പോകും. രോഗത്തെ ചെറുത്ത് നിൽക്കുവാനുള്ള മരുന്നിനേക്കാൾ വലിയൊരു ശക്തി നമ്മുടെ ശരീരത്ത് അപ്പോൾ ഈ പ്രതിരോധ ശക്തിയോടൊപ്പം വളരുകയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. വീണ്ടും ഒരു വചനം കൊണ്ട് നമ്മളൊന്ന് ധ്യാനിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 23-ാം വചനം, ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനകരമാണ്. ഈ രോഗഭയവും മറ്റു പല ദുഃഖങ്ങളെയും എല്ലാ രോഗങ്ങളെയും നമ്മുടെ ശരീരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന വിധത്തിലാണ് പ്രവർത്തിക്കാൻ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് മരുന്ന് ഉപയോഗിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത കാര്യങ്ങളൊക്കെ മരുന്ന് ഉപയോഗിക്കാവുള്ളൂ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, മനസ്സിന് സന്തോഷമുള്ളതാകുന്ന കാര്യം ചെയ്യുക, മറ്റുള്ളവർക്ക് സൽപ്രവർത്തനം ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ചെറുതാകുക, ഒന്ന് താഴ്ന്നു കൊടുക്കുക, സന്തോഷത്തോടെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. വീണ്ടും അത് ഫിലിപ്പി ലേഖനത്തിലെ 4-ാം അധ്യായത്തിൻ്റെ 7-ാം വചനം പറയുന്നുണ്ട്, നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയും.
കാരണം എല്ലാ ആകുലതയും നീങ്ങിപ്പോകണം. ഒന്നിനെപ്പറ്റി ആകുലപ്പെടേണ്ട എന്നാണ് ഇവിടെ പറയുന്നത്. എന്തിനെപ്പറ്റിയുള്ള ആകുലത നമുക്കുണ്ടായാൽ നമുക്ക് സൗഖ്യത്തിൻ്റെ മേഖലയിലും ഈ ഒരു പ്രതിബന്ധം ആയി അത് നിലനിൽക്കുമെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 30-ാം അധ്യായം 22-ാം വചനം, ഹൃദയാനന്ദം ഒരുവൻ്റെ ജീവനും സന്തോഷം അവൻ്റെ ആയുസ്സും ആരോഗ്യമാണെന്നാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ആനന്ദം നശിപ്പിക്കാതെ നമ്മൾ വളരെ സ്ട്രോങ് ആയി പോസിറ്റീവ് എനർജിയോടെ നിന്നാൽ, മറ്റുള്ളവർക്ക് നന്മ ചെയ്താൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളാലാവുന്ന വിധത്തിൽ സൽപ്രവർത്തികൾ, ഹൃദയത്തിന് ആനന്ദമുണ്ടാകുന്ന മറ്റ് പ്രവർത്തികൾ ചെയ്താൽ തീർച്ചയായും അത് സൗഖ്യത്തിൻ്റെ വലിയ വഴിയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊള്ളണം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുപോകാൻ ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.